ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനോ? ഹലോ അച്ഛ. അച്ഛ, പ്രിയങ്ക മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തിയോ? അത് പറയാനാ മോളെ അച്ഛൻ വിളിച്ചത്. മോള് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവർ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതുവരെ വന്നില്ല. അച്ഛനൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? പലതവണ വിളിച്ചു മോളെ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അയ്യോ അച്ഛ, അപ്പൊ പിന്നെ എന്താ ചെയ്യാ? എനിക്കറിഞ്ഞൂടാ. മുത്തശ്ശി ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഭ്രാന്ത് പിടിച്ച കാര്യങ്ങളാ. മനസ്സിന് സുഖമില്ലാത്ത അവളെയും കൊണ്ട് എവിടേക്കാ പോയിരിക്കുന്നെന്നും ഇനി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്നും ഒരു നിശ്ചയമില്ല മോളെ. മോളിപ്പോ എവിടെ? ഞാനും വരണും കൂടി പുറത്തു വന്നതാ അച്ഛ. മോള് വരുണിന്റെ കയ്യില് ഫോണൊന്ന് കൊടുത്തേ. ശരി. അച്ഛനാ. മോനെ, കണിമംഗലത്തുനിന്ന് പുറത്താക്കപ്പെട്ട സ്ഥിതിക്ക് പ്രിയങ്കയും മുത്തശ്ശിയും ആറ്റുവാശ്ശേരിയിലേക്ക് എത്തുമെന്നാ വിചാരിച്ചത്. ഇതുവരെ വന്നിട്ടുമില്ല, ഫോണും എടുക്കുന്നില്ല. അല്ല, പോലീസിനോട് പറയണ വെച്ചാ ACPയോട് പറഞ്ഞ ഒരുപക്ഷെ. തൽക്കാലം വേണ്ട, പോലീസിൽ അറിയിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ വേറൊരു കാര്യം മോനോട് പറയാനുള്ളത്. എന്താ വെച്ചാ? അമ്മയുടെ പ്രവൃത്തികള് ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഇനിയിപ്പോ ഒരു ആത്മഹത്യാ ശ്രമം തന്നെ നടത്തുകയൊക്കെ ചെയ്താൽ അതിന് കാരണം കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടതായിരിക്കും പുറത്തുള്ള സംസാരം. അത് വീണ്ടും മോന്റെ കുടുംബത്തെ തന്നെയാവും ബാധിക്കുക. അച്ഛന്റെ വിഷമമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്നും ചെയ്യാൻ എനിക്കും പറ്റുന്നില്ലല്ലോ മോനെ. എനിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായ അച്ഛാ. അവര് എവിടെ പോയിരിക്കുന്നു എന്ന് ഞങ്ങളൊന്ന് നല്ലോണം തിരക്കാം, എന്നിട്ട് അച്ഛനെ വിളിക്കാം. ശരി മോനെ. ശരി അച്ഛാ. എന്താ വരുൺ? അച്ഛൻ പറഞ്ഞത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. മുത്തശ്ശി പ്രിയങ്കയും കുട്ടി വല്ല അതിക്രമം കാണിച്ച ആളുകളും പോലീസൊക്കെ പറയുക കണിമംഗലത്ത് നിന്ന് നമ്മളെ ഇറക്കി വിട്ടുകൊണ്ട് സംഭവിച്ചാണെന്നാ. സ്വാഭാവികമായിട്ടും അവരുടെ അന്വേഷണം എനിക്ക് നേരെയാവും. എടോ, അവരെവിടെയാണെന്ന് തിരക്കണം, കണ്ടുപിടിക്കണം. എത്ര ബലം പിടിച്ചിട്ടാണെങ്കിലും അവരെ ആറ്റുവാശ്ശേരിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ശരിയാ. കണ്ടെത്തി നമ്മുടെ കൂടെ പോകുന്നില്ലെങ്കിൽ തന്നെ അച്ഛനെ വിളിച്ചറിയിക്കോ പോലീസിനെ അറിയിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഇനി മുത്തശ്ശിയെ കൊണ്ടും പ്രിയങ്കയെ കൊണ്ടും കണിമംഗലത്തിനൊരു നാണക്കേടുണ്ടാവരുത്. നമുക്കിപ്പൊ തന്നെ ഇറങ്ങാൻ വരും. ഇറങ്ങി പോയാലും സ്വസ്ഥ തരില്ല. എന്തൊരു കഷ്ടമെന്ന് നോക്ക്. വെയിറ്റർ, ആ ബില്ല്.